40 ലക്ഷത്തോളം മലയാളികൾ കേരളത്തിൻ്റെ വെളിയിൽ ജോലി ചെയ്യുന്നു, താമസിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്ക്. 40 ലക്ഷം എന്ന് പറയുന്നത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളീയർ എന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പുറത്തു പോയി നിൽക്കുന്ന ആളുകളാണ്. മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ പ്രവാസത്തിൻ്റെ കഥ തുടങ്ങുന്നത് കേരളം രൂപീകരിച്ചതിന് 1986 ശേഷമല്ല, മറിച്ച് ആദ്യ തലമുറ പ്രവാസം നടക്കുന്നത് സിലോണിലേക്കാണ് നമ്മൾ രേഖപ്പെടുക. അതിനു മുമ്പ് അടിമകളായി വിവിധ നാടുകളിലേക്ക് കേരളത്തിലെ അധികൃതരായ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയതിൻ്റെ രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരു രീതി വന്നത് സിലോൺ ഇന്നത്തെ ശ്രീലങ്കയിലേക്കാണ്. അവിടുത്തെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായിട്ടും വ്യാപാരികളുമായിട്ടൊക്കെ മലയാളികൾ, മലബാർ മേഖലയിലുള്ള ആളുകൾ, മലയാളി കേരളീയർ എന്ന് പറയാൻ പറ്റാത്ത മലയാളം സംസാരിക്കുന്ന ആളുകൾ ആദ്യ തലമുറയിൽ നിന്ന് പോയിരുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ. ശേഷം പ്രവാസം നടക്കുന്നത് ബർമയിലേക്കാണ്. ബർമ മഹായുദ്ധത്തോട് കൂടിയിട്ട് ബർമീസ് പ്രവാസം അവസാനിച്ചു. പിന്നീട് നടന്നത് മലേഷ്യ, സിംഗപ്പൂർ മേഖലയിലേക്ക്. ശേഷം ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലേക്ക്, കറാച്ചി, പാകിസ്ഥാനിലുള്ള കറാച്ചി, ബംഗ്ലാദേശിലെ കൽക്കത്ത, ബാക്കി ഭാഗങ്ങളിലേക്ക്, പ്രധാനമായും ബോംബെയിലേക്ക്. ഇത്രയുമാണ് ഒരു പ്രവാസത്തിൻ്റെ ട്രാക്കുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിൽ ഫിജി പോലെയുള്ള രാജ്യങ്ങൾ, തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിലും ആദ്യകാലത്ത് മലയാളികൾ പോവുകയും സെറ്റിൽ ചെയ്യുകയും സംസാരിക്കുന്ന ഭാഷയിലും സ്വാധീനത്തിലും ഒക്കെ അവർക്കുണ്ട്. അതും പരിഗണിക്കേണ്ട ഒരു സാധനമാണ്. അതിനും അപ്പുറത്തേക്കാണ് നമ്മൾ പറയുന്ന ഈ രേഖപ്പെടുത്തിയ പ്രവാസം ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലേക്കും ഗൾഫിലേക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1970s സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്ലോ, അതാണ് ഇത്രയും വലിയൊരു കൗണ്ട് പ്രവാസം ഉണ്ടായത് ഈ നാടുകളിലേക്കാണ്. ഈ 40 ലക്ഷം മലയാളികൾ ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 35 ലക്ഷം ആളുകളും ജീവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഗൾഫ് രാജ്യത്തിലുണ്ടായ ഓയിൽ ബൂം, അതിലുണ്ടായ ജോബ് റിക്വയർമെൻറ്റ്, അതൊക്കെയായിട്ട് നമുക്ക് വലിയൊരു സാധ്യത വന്നു. അവിടെ ഒരു സംഭവം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓയിൽ ബൂം കാരണമാണ് മലയാളികൾ ഗൾഫിൽ എത്തപ്പെട്ടത് എന്നൊരൊറ്റ സെൻറ്റൻസിൽ പറയുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട്. 3.5 കോടി ആളുകൾ മാത്രമാണ് മലയാളികൾ എന്ന് പറയാൻ പറ്റുന്ന കേരളക്കാരുള്ളത്, അല്ല സർ? ലോകത്തുള്ള ജനങ്ങളുടെ വളരെ ചെറിയ ശതമാനം മാത്രമാണത്. ഓയിൽ ബൂം എല്ലാവരെയും ഗൾഫിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. ഓയിൽ ബൂം കാരണമാണ് മലയാളികൾ വന്നതെങ്കിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ മറ്റു രാജ്യത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ഇല്ലാത്ത ഒരു അപ്പർ ഹാൻഡ് ഈ മൈഗ്രേഷൻ കൗണ്ടിൽ, പ്രവാസത്തിൽ, ഗൾഫിൽ മലയാളിക്ക് എന്തുകൊണ്ടുണ്ടായി? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. ഓയിൽ ബൂം കാരണം ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായി, ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ടായി, ഒരുപാട് ആളുകൾ ആവശ്യം വന്നു. പക്ഷെ അവിടെ എത്തിയത് മലയാളിയാണ്. എന്തുകൊണ്ടാണ് മലയാളികൾ കൂടുതലുണ്ടായത്? സർ, നിങ്ങൾക്ക് എന്താണ് അതിനൊരു കാരണമായിട്ട് തോന്നുന്നത്? സർ, എന്തുകൊണ്ട് മലയാളി ഗൾഫിൽ? മലയാളികൾ ഗൾഫിൽ കൂടുതലായി എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു 1970 മുതൽ അല്ലേ ഓയിൽ ബൂമിൻ്റെ ആ ഒരു സമയം, അതങ്ങോട്ട് മലയാളികൾക്ക് ഗൾഫുമായി ഉണ്ടായിരുന്ന ബന്ധം ഒരു 3000 വർഷത്തോളം ഉള്ള അറബ് ട്രേഡേഴ്സും അതേപോലെ കേരള തീരവും തമ്മിലുള്ള ആ ഒരു ബന്ധവും, പിന്നെ അതേപോലെ ഓരോ മതത്തിൻ്റെയും ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മേജറായിട്ടുള്ള സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാം, അതേപോലെ ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, അപ്പോൾ ഈ 3 മതങ്ങളും കേരളത്തിൻ്റെ തീരത്ത് എത്തി. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ക്രിസ്ത്യാനിറ്റിയും, അതേപോലെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമും, അതേപോലെ അതിനു മുമ്പും ഉണ്ടായിരുന്ന, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള 3 ഉദാഹരണത്തിന് 2 പള്ളികൾ. എനിക്ക് ക്രിസ്ത്യൻ പള്ളീനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല. അതിൽ ഈ ജൂതപ്പള്ളി, ഇപ്പോഴും മട്ടാഞ്ചേരിയിലുള്ള ജൂതപ്പള്ളി, അതേപോലെ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള മുസ്ലിം ചേരമാൻ പെരുമാൾ പള്ളി, ഇതൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പള്ളികളാണ്. ആ ഒരു ബന്ധത്തിന് പുറത്ത് ഗൾഫുമായിട്ടുള്ള, പണ്ട് പേർഷ്യ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്, പേർഷ്യയിലേക്ക് പോവുക എന്നൊക്കെ. അന്ന്
ഇറാഖിലെ ഇറാഖിലേക്ക് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന് സമയത്തൊക്കെ മലയാളികളെ കുറേ അധികം റിക്രൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ നോവൽ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു സമയത്ത് എത്ര ആൾക്കാർ നോവൽ വായിക്കുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ. അതിലൊരു കഥാപാത്രം മെസപ്പൊട്ടോമിയയിലേക്ക് പോയ കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, ഹജ്ജിന് പോയ ആൾക്കാരും അതേപോലെ പട്ടാളത്തിൽ പോയ ആൾക്കാരുടെയും കഥ തീരാറില്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ അദ്ദേഹം തീരാത്ത കഥകൾ. അപ്പോൾ അദ്ദേഹം ഒരു വളരെ രസകരമായിട്ട് പൊറ്റക്കാട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രം. എനിക്ക് പേര് ഓർമ്മയില്ല കഥാപാത്രത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു വീട്ടിലിരുന്ന് എല്ലാവരും കൂടി, അപ്പോൾ സ്ത്രീജനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കളയുടെ ഓരത്തിങ്ങനെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീരപുശൂര കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ കുറേ അധികം ഏകദേശം ഒരു 60% എന്താണ് അയാൾ ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഗ്യാസ് അടിക്കുന്ന കഥകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു കൾച്ചറിൽ ഗൾഫ്, പേർഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ ഒക്കെ നമ്മുടെ അന്തർലീനമാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ. ഇതൊക്കെ വെച്ച് നോക്കിയിട്ടുള്ള മലയാളികളുടെ ആ ഒരു കൾച്ചറൽ കണക്ഷൻ. അതെ, എന്തുകൊണ്ട് അതൊരു നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. എന്തുകൊണ്ട് മലയാളികൾ കൂടുതൽ വന്നു? പിന്നെ അതിൽ വന്ന ഒരു വാല്യൂ ബേസ്ഡ് സിസ്റ്റം, ഞങ്ങൾക്ക് നല്ലതായതുകളൊക്കെ നിങ്ങൾക്കും നല്ലതാണ്, ഞങ്ങൾ മോശമായി കരുതുന്നതൊക്കെ നിങ്ങൾക്കും മോശമാണ്. ഈ അറബികൾ ശീലങ്ങൾ വളരെ പെക്യുലിയറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് വലത് കൈ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് അവർക്കതൊരു റിലീജിയസ് മൂല്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു കൾച്ചറൽ വാല്യൂ ആണ്. ഒരു സാധനം ഒരാൾ തരുമ്പോൾ അത് വലത് കൈ കൊണ്ട് വാങ്ങുക, ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കൊടുക്കുക. ഇത് മലയാളി സമൂഹത്തിൽ കോമൺ ആണ്. നമ്മളും അതൊരു മതപരമായ ആചാരമായിട്ടല്ല, അതിൽ ഇസ്ലാമിക് ബേസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും ഒരാൾ കൈ നീട്ടി വാങ്ങുമ്പോൾ ഇടത്തെ കൈയോട് ഒരാളെ കൈ വാങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഏത് മതക്കാരനായാലും മലയാളി പറയും വലത്തെ കൈ കൊണ്ട് വാങ്ങ്. അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായി എന്തെങ്കിലും കൊടുക്കുകയാണ്, രാവിലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് വലത് കൈ കൊണ്ട് കൊടുക്കണം, വലത് കൈ കൊണ്ട് വാങ്ങണം, വലതിനെ മുന്തിക്കണം എന്നുള്ളത് ഒരു ഇസ്ലാമിക് നിയമമാണ്. പക്ഷെ അത് കൾച്ചറലി എൻറൂട്ടഡ് ആണ്. അവിടെ മതത്തിനൊന്നുമില്ല. ഏത് മലയാളി ആയാലും സ്വാഭാവികമായും രാവിലെ തന്നെ ഇടത് കൈയോട് എന്തെങ്കിലുമൊക്കെ കടയിൽ കൊടുത്താൽ അവർ പറയാം മറ്റേ കൈയോട് താ എന്ന് പറയുന്ന രീതിയിൽ ഇത് അവരെ സംബന്ധിച്ച് ഇതൊരു ബേസിക്കാണ്. ഇതുപോലെ ഞങ്ങൾക്ക് നല്ലതായതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്, ഞങ്ങൾക്ക് മോശമായതൊക്കെ നിങ്ങൾക്ക് മോശമാണ്. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ഒരു അറബിയും മലയാളിയും ഒന്നിച്ചു പോകുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഒരു കാരണമാണ്. എക്സാക്ട്ലി സാർ പറഞ്ഞിട്ട് തന്നെയാണ് അത് പോകുന്നത്. ഇതിൻ്റെ ഒരു കൾച്ചറൽ എൻറൂട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് എന്നതിലേക്ക് വന്നത്. അതിലും നമ്മൾ ആദ്യം പോയത് കംപ്ലീറ്റ്ലി അൺസ്കിൽഡ് ആയിട്ടുള്ള, എന്താണോ കിട്ടുക എന്ത് ജോലി ആയാലും മതി. നിങ്ങൾ പറയുന്നതാണ് സുലൈമാനി ഓപ്പറേറ്റർ എന്നായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ തസ്തിക എന്ന് പറയും. കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കലാണ് പണി. അവിടെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചായ വെച്ച് കൊടുക്കുക, അവരുടെ വൃത്തിയായി കൊടുക്കുക, അവരുടെ ഓഫീസ് നന്നായി കൊണ്ടുപോകുക, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുക. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാണ്. ഈ മലയാളി ആ രീതിയിൽ കൊണ്ടുപോകുന്നു. സോ 2 മലയാളികളെ കൂടി കിട്ടിയാൽ നന്നാവും. ആ കാര്യങ്ങൾ വലിപ്പിച്ച കാര്യങ്ങളെ വിശ്വസ്തതയും ഇതിലൊരു വലിയ ഭാഗമായിട്ടുണ്ടെന്ന് തോന്നുന്നു. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സാറിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞു. നിങ്ങൾ ഇത്ര ആളുകളെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അത് കൂടുതലും ആഫ്രിക്കൻസും ഇന്ത്യൻസുമാണ്. പക്ഷേ അവർക്ക് ആരും താല്പര്യമില്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലേ. ഇപ്പോൾ മാൻ പവർ സപ്ലൈ എന്നുള്ള ഒരു വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഇപ്പോൾ ഗൾഫിൽ. അത് സൗദിയിലാണെങ്കിൽ മേജർലി 60% വരുന്ന ബിസിനസ് സാധ്യതകളും അതേപോലെ റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടക്കുന്ന 60-ന് മുകളിൽ സൗദി UAE ബേസ്ഡ് ആണ്. അപ്പോൾ അതിൽ തന്നെ UAE നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെമിറ്റൻസസ് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തം GCC രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ 10-24% മുകളിൽ UAE നിന്ന് മാത്രം വരുന്ന റെമിറ്റൻസസ് ഉണ്ട് കേരളത്തിലേക്ക്. വളരെ കുറഞ്ഞത് ബഹ്റൈനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ മാൻ പവർ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ കോളർ ജോബ് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഈ കുറേ HR കൺസൾട്ടൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് UAE-യിലൊക്കെ വൈറ്റ് കോളർ ജോബിനുള്ള ആളുകൾ. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ ഫ്രോഡ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മളെ പരിചയത്തിൽ തന്നെ ഏകദേശം കുറേ ആൾക്കാർ ഇതേപോലെ ഇങ്ങനെയുള്ള കൺസൾട്ടൻസിനൊക്കെ കാശും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ വെട്ടിലായ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അതല്ലാതെ ഈ ബ്ലൂ കോളർ ജോബിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ UP ബീഹാർ ബെൽറ്റുകളിൽ നിന്ന് അത്യാവശ്യം അന്ന് പണ്ട് 1970-കളിൽ കേരളത്തിൽ നിന്ന് ഏതൊരു കാറ്റഗറിയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അത് ഇന്ന് UP ബീഹാർ ബെൽറ്റുകളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. UP ബീഹാർ
വെസ്റ്റ് ബംഗാൾ ചില ഏരിയകളിലൊക്കെ വിസ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വിസ ബാൻ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഇത്തരം സംസ്ഥാനങ്ങളിലാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ, ഏകദേശം 6 മുതൽ 7 ലക്ഷത്തോളം ആൾക്കാർ ലേബർ കാറ്റഗറിയിലേക്ക്, ബ്ലൂ കോളർ ജോബിലേക്ക് ഇന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ അവർ പ്രിഫേർഡ് ആണ് ഇന്ത്യൻ വർക്കേഴ്സ്. അപ്പോൾ അവിടെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി വർക്ക് ചെയ്യുകയും പിന്നെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുകയും. കാരണം ഒന്ന്, നമ്മുടെ ഇപ്പോൾ ഏകദേശം UAE മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 60% അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ്റെ 60% ഇന്ത്യക്കാരാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ 45% മലയാളികളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കാർക്ക് അവിടെ പ്രിഫറൻസസ് ഉണ്ട്. നേരെ മറിച്ച് ആഫ്രിക്കക്കാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം കുറേ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും റിസർച്ച് ചെയ്ത മെറ്റീരിയൽസ് അല്ല, ബട്ട് എന്നാലും പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ വർക്കേഴ്സിനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇപ്പോൾ ബെനീൻ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട്. ബെനീൻ എന്നൊക്കെ, ബെനീൻ. അപ്പോൾ അവിടെ നിന്ന് സിയറ ലിയോൺ, പിന്നെ കെന്യ, പിന്നെ ഉഗാണ്ട, ഗാന, പിന്നെ അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഒത്തിരി ഇപ്പോൾ കയറി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടുത്തെ പുഷ് ഫാക്ടറാണ്, അവിടുത്തെ ഒരു എക്കോണമി, അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട്. അതിലും ഇപ്പോൾ ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിലൊക്കെ ഡിമാൻഡ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ ഗവൺമെൻറ്റിനോട് നമ്മൾ കുറച്ച് റിക്വസ്റ്റ് ചെയ്ത്, ഉദാഹരണത്തിന് നമ്മളെ കമ്പനി ഇതിലേക്ക് ഉമുൽ എമിറേറ്റ്സിലെ മുനിസിപ്പാലിറ്റിയിലേക്ക് റോഡ് ക്ലീനേഴ്സിന് വേണ്ടി നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആപ്റ്റായിട്ട് തോന്നിയ ഒരു വിഭാഗം ബംഗ്ലാദേശികളായിരുന്നു. അപ്പോൾ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വിസ ബാൻ ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു, ഒരു 100-200 ആൾക്കാരെ അപ്പോൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ പോളിസി പാരലൈസിസ് എന്നുള്ളൊരു സിറ്റുവേഷന് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ, ഒന്ന് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞു വിഷൻ, ആ ഒരു 2030 വിഷൻ, സൗദി നറുയ 2030, അല്ലെങ്കിൽ ദുബൈയുടെ 2040 വിഷൻ ആണെങ്കിലും, അതല്ലെങ്കിൽ ഖത്തറിൻ്റെ 2030 വിഷൻ ആണെങ്കിലും, ഇതൊക്കെ അതിൻ്റെ പോളിസി അതിനനുസരിച്ച് മാറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിളായ രീതിയിലുള്ള ഒരു ലീഗൽ സിസ്റ്റവും പിന്നെ അവിടുത്തെ ഒരു ഭരണവർഗവുമാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് വേരിയേഷനാണ്. ഇപ്പോൾ ദുബൈ പോലുള്ള രാജ്യങ്ങളൊന്നും ചില സമയങ്ങളിൽ വിസ റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അബുദാബിയുടെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന എമിറേറ്റുകളിലൊക്കെ വിസ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും ദുബൈയിൽ അതില്ല. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ദുബൈയിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ ഇതാണ് അക്സെപ്റ്റൻസ്. ആദ്യം പറഞ്ഞ പോലെ ടോളറൻസ് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അക്സെപ്റ്റൻസ് എന്നുള്ളൊരു ഈ പ്രിൻസിപ്പിളിൽ ഇന്ന് പ്രത്യേകിച്ച് സൗദി, അതേപോലെ UAE പോലെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ കൾച്ചറലായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ത്തോളം ഗൾഫ് പ്രവാസത്തിന് അപ്പർ ഹാൻഡ് ആവുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതൊരു തലമുറ, അവർ വന്നു, അവർ നല്ലതായി സർവൈവ് ചെയ്തു, അവരിൽ നിന്നുകൂടി കിട്ടിയ സമ്പത്ത്, റീപാട്രിയേഷന് നിയന്ത്രണങ്ങളില്ലാത്ത രാജ്യമാണ്, നിലവിൽ നിയന്ത്രണങ്ങളില്ലാത്ത സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അതായത് ഒരു രാജ്യത്ത് നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അനുമതിയുടെ ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ പോലെയുള്ള ലോകത്തുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ടിൽ കൂടുതൽ തുക പുറത്തുള്ളൊരു രാജ്യത്തേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട്, ഫെമ റെഗുലേഷൻസ് ഉണ്ട്. ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ അപ്രൂവൽ വേണം, ബാക്കി അപ്രൂവൽസ് വേണം. നിങ്ങളിവിടെ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ റീപാട്രിയേഷൻ എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല എന്ന് കോർപ്പറേറ്റ് ലോസ് ഉണ്ട്. ഈ പറയുന്ന നിയമങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന, നിങ്ങൾ കച്ചവടം ചെയ്ത് സമ്പാദിക്കുന്ന നിങ്ങളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം വേണമെങ്കിലും, അത് 100 110 ആയാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാം. അതിനുള്ള ചാനലുകൾ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റൻ്റ് ആണ്, അപ്രൂവലിനൊന്നും വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ ഇന്ന് അയച്ചാൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ആ എമൗണ്ട് ക്രെഡിറ്റ് ആയാൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. അതും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവാസത്തിലേക്ക് കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. തൊഴിലുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വമൊക്കെ ഇത് ഒരു ആദ്യ തലമുറ പ്രവാസത്തിൻ്റെ ഒരു അവസ്ഥയിലാണ്. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടാം തലമുറ പ്രവാസം, ഗൾഫ് വേർഷൻ 2.0. എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഇവരെ കാണേണ്ടത്? പുതിയ ജോലി സാധ്യതകൾ,
എന്താണ് ഗൾഫിലുണ്ടത്, എന്താണ് നിലവിൽ നാട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു ചിന്ത ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ പറയുന്നൊരു ചോദ്യമാണ് ഗൾഫിലേക്ക് പോവുക, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അത് രണ്ടാമത്തെ ചോദ്യമാണ്. ഗൾഫിൽ പോവാണ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഗൾഫിലാണ്, ഗൾഫിൽ എന്താ ചെയ്യുന്നത്, അത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് മാറിയിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമായിട്ടും, ഗൾഫിലാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമായും മാറുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് 2026 അത് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ. കല്യാണം ആലോചിക്കുമ്പോഴായിരിക്കും. മുമ്പൊക്കെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ പുതിയാപ്പിള എന്താ ചെയ്യുന്നത്, ഗൾഫിലാണ്, അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. അപ്പം ഇന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലല്ല, ഗൾഫിൽ എന്താണ്, ഇതാണ് വേർഷൻ 2.0 ചോദ്യം, ഗൾഫിൽ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ ആസ്പെക്റ്റിൽ ചിന്തിക്കുന്ന സമയത്ത് ഗൾഫിലും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്പെസിഫിസിറ്റി ഉണ്ട്. രണ്ട്, ഗൾഫിൽ എന്തും ചെയ്യാം. അവിടെ റിക്വയർമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ. ഇനീഷ്യലി പോയ സമയത്ത് അവിടെ ജോബ് മാർക്കറ്റ് പൂർണ്ണമായും തുറന്നിട്ടിരിക്കുക. ഇന്ന് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആ നാട്ടുകാരായ കുട്ടികൾ അവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ആ സർക്കാരിന് അവിടെ ഭരണാധികാരികൾക്ക് ആ ബാധ്യതയുണ്ട്. അതവർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ട്. എമിറേറ്റൈസേഷൻ ആയാലും സൗദിയിലെ നിത്താക്കാത്ത ആയാലും ഖത്തറൈസേഷൻ ആയാലും എല്ലായിടത്തും ഉള്ള നാഷണലൈസേഷൻ ഡ്രൈവുകൾ എല്ലാ രാജ്യങ്ങളും വളരെ വിശാലമായി നടപ്പിലാക്കുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആസ്പെക്ട് സാറിന്? ഇന്ന് എനിക്ക് തോന്നുന്നത് വളരെ തീവ്രമായി ഒമാനൈസേഷൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത് ഞാൻ ഒമാനിലേക്കൊന്ന് റോഡ് ട്രിപ്പ് നടത്തിയപ്പോൾ അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാരെയൊക്കെ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനുണ്ടായി. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായത് വെച്ചാൽ ചില പ്രൊഫഷനുകൾ, പ്രത്യേകിച്ച് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒമാനികൾക്ക് മാത്രം റിസർവ്ഡ് ആണ്. ഈവൻ അവിടുത്തെ ഏതൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് ഒരു ശതമാനം, അത് എത്ര ശതമാനം എന്ന് എനിക്കറിയില്ല, ഉദാഹരണത്തിന് ഇവിടെ UAE 50 ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5% ഒരു എമിറാത്തി വേണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ വളരെ വളരെ ഹെഫ്റ്റി ആയിട്ടുള്ള ഫൈനാണ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗദി അവരുടെ അടുത്ത വിഷനും കാര്യങ്ങളൊക്കെ വേണ്ടി അത്യാവശ്യം പുറത്തുനിന്നുള്ള ആൾക്കാരുടെ റിക്വയർമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്കൊന്ന് കുറച്ച് കണിശത ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2,50,000 ആൾക്കാരാണ് 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ സൗദിയുടെ 2030 വിഷന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എമിറൈറ്റൈസേഷൻ ആണെങ്കിലും ഈ അടുത്ത് ഒരു ആവറേജ് ഒരു ബേസിക് ലെവൽ എമിറാത്തിക്ക് അറ്റ്ലീസ്റ്റ് 6,000 ദിർഹംസ് സാലറി ക്യാപ്പ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ UAE. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ വളരെ വളരെയേറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് താനും. റിക്വയർമെൻറ്റ് എപ്പോഴും ഉണ്ട്. അതിപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു പ്ലാൻ പ്രകാരം ദുബൈക്ക് 2040 എന്നുള്ളൊരു പ്ലാൻ പ്രകാരം ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ദുബൈയുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഈ അടുത്ത് IIM അഹമ്മദാബാദിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് അവിടെ നിന്ന് ദുബൈയിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതേപോലെ ഏകദേശം ഇന്ന് IITയുടെ ഒരു ക്യാമ്പസ് അബുദാബിയിലുണ്ട്. IIT ഡൽഹിയുടെ ഒരു ഓഫ് ക്യാമ്പസ് അബുദാബിയിലുണ്ട്. അപ്പോൾ അതേപോലെ ലോകത്തിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒരു ഓഫ് ക്യാമ്പസ് UAE ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ വളരെയേറെ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുന്ന വാക്കാണ്. അപ്പോൾ അത് 2017 ലോകത്തെ ഏറ്റവും ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത രാജ്യമാണ് ഒരു മിനിസ്റ്റർ AIക്ക് വേണ്ടി ഒരു മിനിസ്ട്രി AIക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ടാക്കി. അതായത് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2017 സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏകദേശം അടുത്ത വർഷത്തേക്ക് 10 വർഷമായി. അപ്പോൾ നമ്മൾ AI ഇങ്ങനെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു എല്ലാ പൊട്ടൻഷ്യലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പക്ഷെ അതിന് മുമ്പ് തന്നെ 10 വർഷം മുമ്പ് അതിനൊരു മിനിസ്ട്രി വേണം, അത് മാത്രം ആലോചിക്കാൻ ഒരു സമൂഹം വേണം. അത്രത്തോളം ഉയർന്ന ലെവലിൽ ആലോചിക്കാവോ അത്രയും വിശാലമായും മുന്നോട്ടും ചിന്തിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊരു ഒരു പുഷ് ഫാക്ടർ, പുൾ ഫാക്ടർ അവിടെ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. ഉദാഹരണത്തിന് UAE ഇതിൽ എനിക്ക് തോന്നുന്നത് ഹെൽത്ത് സെക്ടറിൽ, അതേപോലെ ഇപ്പോൾ AI ഇൻ്റഗ്രേഷൻ ഇല്ലാത്ത സെക്ടറുകൾ ഇപ്പോൾ ഇല്ല. ഏകദേശം ഈ അടുത്ത് നിങ്ങൾ വായിച്ച് കണ്ടിരിക്കും, ആമസോണിൽ നിന്ന് 30,000-30,000 വരുന്ന എംപ്ലോയീസിനെ അവർ മാറ്റുകയാണ്, ഓഫ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്തു, AI ഇൻ്റഗ്രേറ്റ് ചെയ്തു. AI ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫാസ്റ്റ് പരീക്ഷ ചെയ്യുന്ന ഒരു സിറ്റുവേഷനായി മാറി. ഇപ്പോൾ അടുത്ത മാസം
ഈ മെറ്റ അടക്കം 8% ആൾക്കാരെ മാറ്റി നിർത്തുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് ലേ ഓഫ് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരും വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കാറ്റൽ ഫീഡ് ഉണ്ടാക്കിയെടുക്കുക, മൃഗങ്ങളെ ഒരു ലാൻഡൊക്കെ എടുത്ത് ഇത് എന്താ പറയുക മീറ്റിന് വേണ്ടി മൃഗങ്ങളെ വളർത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം രീതിയിലുള്ള നവീനമായ ഒരു പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അപ്പോൾ അത് മെഷീൻ ഓറിയന്റഡ് ജോബ്സിൽ നിന്ന് മനുഷ്യൻ ആദ്യം ചെയ്ത കാര്യങ്ങളാണ് കൃഷി. കൃഷി എന്നുള്ളത് ആദ്യം നമ്മൾ മൃഗങ്ങളിൽ നിന്നും കൃഷി ചെയ്യണില്ല, മൃഗങ്ങളുള്ള പുല്ലുള്ള സ്ഥലത്ത് പോയി തിന്നലാണ്. നമുക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ, അതായത് നമുക്ക് ആവശ്യമുള്ള തൈകൾ നമുക്ക് വേണ്ട തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒരുക്കി നടുന്നതിനെയാണ് ബേസിക്കലി കൃഷി എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറിക്കണം. എനിക്ക് തക്കാളി വേണം, അതുകൊണ്ട് ഞാൻ തക്കാളി ചെടി ഇവിടെ നടന്നു. ഞാൻ തക്കാളി ഉള്ളിടത്ത് പോയി പറിക്കുകയല്ല ചെയ്യുക, എനിക്ക് വേണ്ടിടത്ത് ഞാൻ തക്കാളി ചെടി നട്ട് വളർത്തുകയാണ്. അതേപോലെ നെല്ല്, എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നാണ് കൃഷി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇത്രയും വർഷം പിന്നെ അത് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് പോയി, മോഡേൺ ഡേ ഫാമിങ്ങിലേക്ക് പോയി, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചെന്താവുകയാണ്, വീണ്ടും ബേസിക് ജോബ്സിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുന്ന ഒരു കാലമാണ്. ഒരു മധുരപ്രതികാരം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ, എന്താണ് AI കൊണ്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അതിന് നിങ്ങളുടെ പിന്നോട്ടേക്ക് പോയി അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ക്ഷീര കർഷകരെ പറ്റി ഇപ്പോൾ എടുത്ത് കുറേ കുട്ടികൾ, ചെറിയ +2 ലെവലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ പാൽ ഉൽപ്പാദനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ സെരികൾച്ചർ, തേൻ ഉൽപ്പാദനം, പാൽ ഉൽപ്പാദനം, അതേപോലെ ബാക്കിയുള്ള പല മേഖലകളിൽ ഓർഗാനിക് ഫാമിംഗ് അതിൽപ്പെട്ട ഒരു വലിയൊരു മേഖലയാണ്. അത് ഗൾഫിലും വളരെ ബൂം ചെയ്യുന്ന ഒരു മേഖലയാണ് ഓർഗാനിക് ഫാമിംഗ്. അതൊരു പ്രീമിയം സെഗ്മെന്റ് കൂടിയാണ്. ആളുകൾ വിഷമടിക്കാത്ത പച്ചക്കറിക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതിൻ്റെതായ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓർഗാനിക് ഫാമിംഗ് പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ അവർ ട്രസ്റ്റ് ചെയ്യുന്നത് UAE തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമിങ്ങിനാണ്. ആ സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ AI ആയാലും ഓർഗാനിക് ഫാം ആയാലും ഒക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റോൾസാണ്. ആ റോളിലേക്ക് ഫിറ്റാവുന്ന ഒരാളുടെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ഇന്നതായിരിക്കണം അയാളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നിലവിലൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓപ്പൺ എല്ലാവരും വരും, കുറച്ച് പണി എല്ലാവരും എടുക്കുക, അതിൽ നിന്ന് അറിയുന്ന ആളുകളെ എന്താക്കുക, ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകുക എന്നത് മാറിയിട്ട് സ്പെസിഫിക് ഹാൻഡ്സ് ഓൺ ഇന്ന മേഖലയിലെ ഇന്ന സബ് ഡിവിഷനിൽ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ വരൂ, അയാൾക്ക് നാളെ രാവിലെ മുതൽ ജോലി ചെയ്യാം എന്നൊരു കൾച്ചറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗൾഫ് എംപ്ലോയ്മെൻറ്റ് മാറുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുക? നമ്മുടെ കുട്ടികൾ അതിനോട് നിരന്തരമായിട്ടുള്ള പഠനം, അതായത് ഈ മാറ്റങ്ങൾ, ബിസിനസ്സിൻ്റെ മോഡലുകൾ പഠിച്ചെടുക്കാനുള്ളത്. ഞാൻ നമ്മുടെ കോളേജിൽ, ഇവിടെ കുണിയ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. ഇപ്പോൾ ആൾക്കാർക്കൊന്നും ഈ പഠിച്ച് ഗവൺമെൻറ് ജോബ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് കാസർഗോഡ് പണ്ടേ ഇല്ല, ബിസിനസ് മാത്രം. അപ്പോൾ ഏകദേശം ഞാൻ ചോദിച്ചൊരു 100 കുട്ടികളിൽ 90 കുട്ടികളും ബിസിനസ് എന്നുള്ള രീതിയിലേക്കാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ ഏത് ബിസിനസ് അറിയുമ്പോൾ കയ്യിൽ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരവില്ല. അപ്പോൾ അതിനവിടെ നമ്മളൊക്കെ ഒരു നഡ്ജിങ്, ഒരു മെൻറ്ററിങ് കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ഇതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റവിടെയൊക്കെ കുത്തിയിരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന കുറേ ഇൻഫ്ലുവൻസർമാരും ഇവരൊക്കെ ഇതിൻ്റെ ഐഡിയാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐഡിയാസ് തപ്പി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ വളർത്തിയെടുത്ത് ബിസിനസ് സാധ്യതകളൊക്കെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് അതിനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം ആ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അതിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തം ചെയ്യുന്ന രീതിയിലേക്ക്, അതേപോലെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അതേപോലെ ആശയങ്ങൾ പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക അഡാപ്റ്റബിലിറ്റി, ഈ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു പ്രാവീണ്യം കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഏത് അഡ്വാൻസ്ഡ് മേഖലയിലേക്ക് പോയാലും നമ്മൾ എന്തൊക്കെ വികസനങ്ങൾ അതിൽ ഉണ്ടാക്കിയാലും നിർബന്ധമായും ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ്, നിങ്ങൾ എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ബേസിക്, അതായത് അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുക, പുതിയ കാലത്തുള്ള റിക്വയർമെൻറ്റ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അത് പഠിച്ച് തയ്യാറായി ആ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് അത് ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ജോബാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം
അതിന് പ്രാപ്തമാവണം, ആ പഠിക്കുന്ന കുട്ടികളും അതിന് പ്രാപ്തമാകണം. കുട്ടികൾ പ്രാപ്തമാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നിലവിൽ നമ്മളെ സിസ്റ്റം സാറിപ്പം അക്കാഡമിക് ഫീൽഡിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയ ഒരാളാണ്. പഠിക്കലും പഠിപ്പിക്കലുമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് കുറേ നല്ല പരിചയമുള്ളൊരു കരിയർ നിങ്ങൾക്കുണ്ട്. ഈ നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം അതിന് അഡാപ്റ്റഡ് ആണ്? ഈ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോട് എത്ര വേഗതയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഇൻ അതർ വേർഡ്സ്, നമ്മൾ എത്ര വർഷം പിറകിലാണ്? അതെ, ഇത് വളരെ വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഇന്നത്തെ ഒരു കണക്ക് നമ്മൾ നോക്കിയപ്പോൾ 80 ലക്ഷത്തോളം ഗ്രാജുവേറ്റ്സ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഒരു വർഷം പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിൽ 43% ആൾക്കാർക്ക് മാത്രമേ എംപ്ലോയബിലിറ്റി സ്കില്ലുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നും ഇവരുടെ കുറ്റമല്ല, കാരണം ഇതുണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഈ അടുത്ത് അബുദാബിയിൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അതിൽ വർക്ക് ചെയ്ത ഒരു IAS ഓഫീസറെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കയ്യിൽ പ്ലാൻ അത്യാവശ്യമുണ്ട്, പക്ഷെ അതുണ്ടാക്കിയെടുക്കാനുള്ള ഒരു വിൽ പവർ ആർക്കില്ല, നമ്മുടെ ലീഡേഴ്സിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അതിലുണ്ടായിരുന്നു, ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഈ ഡിസ്കഷനൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ 4 വർഷ ഡിഗ്രിയിലേക്ക് മാറ്റം വന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഒറ്റ ക്ലാസ്സിലിരുന്ന് പഠിക്കാതെ ബാക്കിയുള്ള ആളുടെ MDC അല്ലെങ്കിൽ അതായത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഇലക്റ്റീവ് പഠിച്ചെടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം നമ്മുടെ ഈ കോളേജുകളിലൊക്കെ താഴെ ഇറങ്ങി നോക്കുമ്പോൾ പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, അതിന് എക്വിപ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇന്ന് നമ്മുടെ പ്രൈവറ്റ് സംവിധാനത്തിലില്ല. അത് വളരെ അണ്ടർ പെയ്ഡാണ് പ്രൈവറ്റ് സംവിധാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ പുറത്ത് പോയി ബ്രെയിൻ ഡ്രെയിൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കുറഞ്ഞ ഈ ഒരു സംവിധാനത്തിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. പിന്നെ അതും പോരാഞ്ഞ് ഒരു ഇന്ത്യയിലെ ഏക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇല്ലാത്തൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ഇത് അതൊരു വലിയ ചർച്ചയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരാണ് പേടിക്കുന്നത്? അതെ, അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ കുറേ എന്തുണ്ടാവും, അപ്രഹെൻഷൻസ് ഉണ്ട്, അതിൻ്റെ ഫീസ് വളരെ കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്തിൽ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, അതിൽ രസമുണ്ട്. ഇന്ത്യയിലുള്ള ബാക്കിയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഫീസ് അവർക്ക് ഒരു പ്രശ്നമല്ലല്ലോ, അവിടെയും ഫീസ് കൊടുക്കുന്നില്ല. കർണാടക നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മംഗലാപുരത്ത് 5 മെഡിക്കൽ കോളേജുകൾ ഒരു നഗരത്തിലുണ്ട്, ഒരൊറ്റ ടൗണിൽ. കേരളത്തിൽ മൊത്തത്തിലുള്ളതിൽ ചില 10-12 മെഡിക്കൽ കോളേജാണ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ എത്തുന്ന മംഗലാപുരത്ത് ഒരൊറ്റ നഗരത്തിൽ 5 മെഡിക്കൽ കോളേജുകളുണ്ട്. 5 മെഡിക്കൽ കോളേജുകളിലെ എല്ലാ കോഴ്സുകളിലും എല്ലാ സീറ്റും ഫുള്ളാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളുമാണ്. അത് ഈ കുട്ടികളുടെ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വൈബ് സിസ്റ്റം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, വൈബ് അടിക്കാൻ പോവാ ഫ്രണ്ടിനെയും. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഞാൻ ഏകദേശം ഡൽഹിയിലുള്ള സമയത്ത് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അവിടെ നോക്കിയപ്പോൾ 500 മലയാളി കുട്ടികളുണ്ട് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അതേപോലെ നോർത്ത് ഈസ്റ്റ് ഇല്ലി യൂണിവേഴ്സിറ്റി ഉണ്ട്, നെഹു, മേഘാലയയിലുള്ള മിസോറാം. അപ്പോൾ അവിടെയും മലയാളികളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ പഠനത്തോടൊപ്പം അതൊരു നല്ലൊരു കൾച്ചറാണ്. പണ്ട് മുതലേ മലയാളികളുടെ ബ്ലഡിലുള്ള ഒരു സാധനമാണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ളത്. അത് ഇൻവാർഡ് മൈഗ്രേഷൻ ആയാലും ഔട്ട്വാർഡ് മൈഗ്രേഷൻ ആയാലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ത്വര. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിലെ ഇപ്പോൾ ഏകദേശം നമ്മുടെ കൊറോണ സമയത്ത് മാർക്ക് ഉദാരവൽക്കരിച്ചല്ലോ, അത്യാവശ്യം നല്ല മാർക്ക് കൊടുത്തപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒട്ടുമിക്ക സീറ്റുകളും മലയാളികൾ ഫില്ല് ചെയ്തു. അതിന് പിറ്റേ വർഷം എന്താക്കി അവർ എൻട്രൻസ് കൊണ്ടുവന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റമുണ്ടാക്കാൻ കേരളക്കാർ കാരണമായി എന്നാണ്. അതിനാണ് നീറ്റിന് UG എൻട്രൻസ് പരീക്ഷ വന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കി നമ്മുടെ ഈ ഒരു ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പറഞ്ഞു വന്ന പോലെ പ്രൈവറ്റ് സംവിധാനങ്ങൾ. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു കുറവും, അതേപോലെ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു ആവറേജ് ഒരു കോളേജും അതേപോലെ ഒരു നോർത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരു കോളേജ് എടുത്ത് നോക്കിയാൽ ഇന്നൊവേഷൻ എവിടെയാണ് കൂടുതൽ നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെയാണ് കൂടുതൽ ഇന്നൊവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്തുകൊണ്ട് സ്മാർട്ടാവുന്നു, എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ഔട്ട്വാർഡായി സംസാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഡൽഹിയിലൊക്കെ പോയി ഒരു പരിപാടിയിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 10-15 കൈ പൊന്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് കേരളത്തിൽ ഏകദേശം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കാൻ പറയുമ്പോൾ ആരൊന്നും ഉണ്ടെന്നില്ല, ആരും കൈയൊന്നും ഒന്നുമില്ല. ഈ ഒരു രീതിയിലുള്ളൊരു സോഫ്റ്റ് ഒരു ഇതും ആ ഒരു സ്കില്ലും ആ ഒരു ബോൾഡ്നെസ്സും കാര്യങ്ങളിലൊക്കെ അവർ മുന്നോട്ടാണ്. അപ്പോൾ ഇതാണ് പിന്നെ അക്കാഡമിക് ഇന്നോവേഷൻസിനുള്ള ഫ്രീഡം. പുതിയൊരു സാധനം കോമഡികൾ ചിലപ്പോൾ ഉണ്ടാകുന്നു, ബട്ട് സ്റ്റിൽ
പുതിയൊരു സംഭവം കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡം കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആ രീതിയിൽ നമ്മളുടെ നിലവിലുള്ള ട്രഡീഷണൽ സിസ്റ്റം എങ്ങനെയാണ്, എന്താണ് ഇതിനെത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ? അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം. അതായത് ഇപ്പം നമ്മുടെ ഇന്നത്തെ സ്കില്ല് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗൾഫിലേക്ക് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഏതെങ്കിലും എൻട്രി ലെവൽ ജോബിൽ കയറി അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു വർക്ക് കൾച്ചറും വർക്ക് എത്തിക്സിനോടും ഈ കുട്ടികൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ, നമ്മുടെ എംപ്ലോയി അവിടെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അവിടെയാണ് അവന് റിയൽ പഠനം കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അത്യാവശ്യം ആർട്സ് സബ്ജക്റ്റുകൾ ഇപ്പോൾ മൊത്തം ഇല്ലാണ്ടായി. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജിയോഗ്രഫി, അതേപോലെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളില്ലാണ്ടായി. ഏകദേശം സീറ്റുകൾ ബാക്കിയായി. അപ്പോൾ ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രീതിയിൽ സംതിങ് മോണിറ്റൈസ് ചെയ്യപ്പെടുന്ന, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് മാറണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായി. അപ്പോൾ അത് എത്രമാത്രം ഇന്നത്തെ കേരളത്തിലുള്ള കോളേജുകൾ എക്വിപ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ മാത്രമേ ഉള്ളൂ അതിന്. ഇനിയിപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് പവർ അവിടെ ഉണ്ട്. അതിന് ഒരു ക്യാപിറ്റലുണ്ട്. ആ ഒരു ക്യാപിറ്റലിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് അവിടെ പോയി പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ അവിടുന്ന് പഠിച്ചു വന്ന് പിന്നെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത്. സ്പെസിഫിക് ആയ സ്കില്ലുകൾ സ്റ്റാർട്ട് ചെയ്യുക, മൈക്രോ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകൾ കൊണ്ട് ജോബ് മാർക്കറ്റിലേക്ക് പോവുക. അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഗൾഫ് ഇനിയും ഓപ്പൺ ആണ്, ഗൾഫ് അസ്തമിക്കുന്നില്ല. പിന്നെ അതിനിടയിൽ തന്നെ ഈ പുതിയ ഗ്രീനർ പാസ്റ്റേഴ്സിലേക്കുള്ള യാത്ര, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ, അതിലേക്ക് കഴിഞ്ഞ 2 വർഷം, ഈ വർഷം ബേസിക്കലി അതിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ നിയമങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ്. ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ല. പുതുതായിട്ട് വരുന്ന പൊളിറ്റിക്കൽ നേതൃത്വം അത്രത്തോളം ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ എടുക്കാം, ഈ ഗൾഫ് രാജ്യങ്ങളുടെ ആ നേതൃത്വത്തിൻ്റെ ഒരു ഉദാരത അല്ലെങ്കിൽ അവരുടെ മഹത്വം കൂടി മനസ്സിലാക്കാൻ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ 5 വർഷമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ടായ ഇമിഗ്രേഷൻ പോളിസിയിലുണ്ടായ മൂവ്സ്, അതായത് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. പക്ഷേ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ എന്തായി, ആ വെൽക്കമിങ് മെൻറ്റാലിറ്റി കംപ്ലീറ്റ് പോയി. നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആക്കുകയാണ്, ആളുകളുടെ എണ്ണം കുറക്കാണ്. ഇപ്പം ഇപ്രാവശ്യം UK മത്സരിക്കാൻ പോകുന്ന ആളുടെ വാഗ്ദാനം അടുത്ത 5 വർഷം കൊണ്ട് 50,000 ആൾക്കാരെ ഞാൻ പുറത്താക്കുന്നതാണ്. ഒരു രാജ്യത്തിൽ തിരഞ്ഞെടുപ്പിന് വരുന്നത് ഞാൻ ആളുകളെ പുറത്താക്കി തരാം എന്ന് പറഞ്ഞിട്ട് റൈറ്റ് വിങ് ആയ ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. മിഗ്രേഷൻസിനെ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നതിനെ തടയുന്ന രീതിയിലുള്ള പോളിസീസിന് ആളുകൾ അക്സെപ്റ്റൻസ് കിട്ടുന്നു. ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് യൂറോപ്പിൽ നടക്കുന്നു. അപ്പം തിരിച്ച് നമുക്ക് ഗൾഫിലേക്ക് തന്നെ പോകാൻ എന്തായിരിക്കണം നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയബിലിറ്റി, നമ്മുടെ അപ്പർ ഹാൻഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെന്തായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് ഏകദേശം നമ്മളെ സംസാരം അവസാനിപ്പിക്കാൻ തയ്യാറായി. ഇതിലേക്ക് ഓഡിയൻസിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അവർക്കും കൂടി ഒരവസരം നമ്മൾ കാണണം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നമ്മുടെ കുട്ടികൾക്ക് ഗൾഫ് അവസാനിച്ചിട്ടില്ല, ഇനിയും അവിടെ സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകൾ നേരത്തെ ഉള്ളത് പോയിട്ടുള്ള ജനറൽ എൻട്രികളല്ല, പകരം വളരെ പെക്യുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രികളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ്, അതിനു വേണ്ടിയുള്ള സ്കില്ല്, അതിനു വേണ്ടിയുള്ള എക്സ്പീരിയൻസ്, അത് നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരുക്കിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവേണ്ടതുമുണ്ട്. ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള നല്ലൊരു എക്കോസിസ്റ്റം, ഇതുപോലുള്ള ഡിസ്കഷൻസ് യഥാർത്ഥത്തിൽ അവിടെയാണ്. ഇപ്പം സാറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ കാണുന്നൊരു വിഷൻ ഉണ്ട്, നമ്മൾ കുട്ടികളായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ട്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്താവണം, ആ ഒരു ഡിസൈനിങ്ങിലേക്ക്, ആ ഒരു മാൻ പവർ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന തോട്ട് പ്രോസസ്സിലേക്ക് കുറച്ചും കൂടി നന്നായി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ വി ഹാവ് സ്റ്റിൽ ഡേയ്സ് ടു ഗോ. നമ്മൾ ഗ്രീനർ പാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുന്നില്ല എന്നൊരു കൺക്ലൂഷനിലാണ് നമ്മുടെ ഈ ഒരു സംസാരം ഇവിടെ ചുരുങ്ങുന്നത്. ഓഡിയൻസിൽ ഇൻപുട്ട് എടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. കുറച്ച് നല്ല ഇൻപുട്സ് തരാൻ പറ്റുന്ന ഒരു ഓഡിയൻസിലുണ്ട്. അതിനുള്ള സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കുക. ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഗൾഫിൽ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അക്വാ കൾച്ചർ നേരത്തെ പറഞ്ഞപ്പോൾ അതിലൊക്കെ എത്രത്തോളം അതിൻ്റെ ഒരു സാധ്യത, ഇപ്പോൾ ഏതൊരു എക്കോണമിയിലും പല നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ ചില
ഡൊമസ്റ്റിക്കിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് റൂട്ടോ അപ്രൂവൽ റൂട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വല്ല നിയന്ത്രണങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടോ എന്നുള്ളത്, ഈ ഭൂമി എന്തായാലും ലീസിനൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളവിടെ കൃഷി ഇറക്കണമെങ്കിൽ, അതൊന്ന് രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, നമ്മൾ കണ്ട ഡിസ്കഷൻസ് എന്താണ്, എംപ്ലോയബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റർപ്രണർഷിപ്പ് വേറൊരു സാധ്യതയുണ്ട്. നിലവിലെ സുഡാൻ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ സ്ഥലം ലീസ് ചെയ്തിട്ട് യു എ ഇ, അതേപോലെ ഖത്തർ, സൗദി, ഈ 3 രാജ്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. രാജ്യങ്ങളുടെ എൻ്റർപ്രണർഷിപ്പ് ഉണ്ടാക്കുന്നു. അതിൽ അവർ എക്കണോമി ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിലുള്ള നടക്കുന്നുണ്ട്. അതൊരു എൻ്റർപ്രണർഷിപ്പ് മേഖലയാണ്. നേരെ മറിച്ച് UAE പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് സാധ്യതകളുള്ളത് ഈ മൈക്രോ ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ്, അക്വാകൾച്ചർ തുടങ്ങിയ അവിടെയുള്ള ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടുള്ള ഫാമിങ്ങിലൂടെ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് അവിടെ വളർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾ. അതിൽ എംപ്ലോയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിൽ എൻ്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടും അത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നമുക്ക് നേരിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഒരുപാട് മലയാളികൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് മലയാളികൾ അത് എൻ്റർപ്രണർഷിപ്പായി കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള ബിസിനസ് ലോസ് പോലെ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്, പ്രശ്നമില്ല. ഇപ്പോൾ ഭൂമി കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യ, ഒമാനൊക്കെ, അപ്പോൾ അവിടുത്തെ ഒരു സാധ്യത എങ്ങനെയാണ്? അവിടെ വെള്ളത്തിന് സ്കാസിറ്റി ഉണ്ട്. ഈ വെള്ളം ഇതാണ് ഡീസാലിനേറ്റഡ് വാട്ടറാണ്. ലാൻഡ് വാട്ടർ എന്ന് പറയുന്നത് വളരെ സ്കാസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്കെയിൽ ഓഫ് എക്കണോമിയിൽ എന്താവില്ല, ഈ അഗ്രികൾച്ചർ സാധ്യമാവില്ല. അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് റൂട്ട് ചെയ്യുക എന്നുള്ളത് സാധ്യമാക്കുന്നത്. ഈ നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന ഗ്രെയിൻസ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് എന്തല്ല, ഈ വെള്ളം ഉപയോഗിച്ച്, വെള്ളം എക്സ്പെൻസീവ് ആണ്, അത് ഉപയോഗിച്ച് ഉണ്ടാകുന്ന ലാഭകരമല്ല. നേരെ വെച്ചാൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഹൈ എൻഡ് മോഡലുകളിലാണ്. ഹൈഡ്രോപോണിക്സ് പോലെയുള്ള വളരെ ടെക്നോളജിക്കലി റിസോഴ്സസ് വളരെ കുറച്ച് പെട്ടെന്ന് ഗ്രോ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് അവരെ ഫോക്കസ്. ആ ഏരിയയിൽ സാധ്യതകളുണ്ട്. ബേസിക് അഗ്രികൾച്ചർ എന്നത് നിലവിൽ അവിടുത്തെ ഒരു സാധ്യതയല്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ രീതിയിൽ. വേറെ എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം.